ക്ലാസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് കവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ടൈപ്പ്സ്ക്രിപ്റ്റിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആണ്. അപ്പം ഈ ടൈപ്പ്സ്ക്രിപ്റ്റിനകത്ത് നമ്മളിപ്പോൾ എഴുതിക്കുന്ന ക്ലാസ് പോയിന്റ് കണ്ടോ, ക്ലാസ് പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ, വൈ ഈക്വൽ ടു നമ്പർ, എക്സ് ഇസ് ഈക്വൽ ടു ന്യൂ പോയിന്റ്. അപ്പോൾ ഇതിനകത്ത് ഒരു പബ്ലിക്കബിളി റൈറ്റബിൾ പ്രോപ്പർട്ടിയാണ് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിനകത്ത് ക്ലാസ് എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫ് എൻറ്റിറ്റി നമ്മൾ കോഡിലേക്ക് കൊണ്ടുവരണം. ഫോർ എക്സാമ്പിൾ, ക്ലാസ് ഇസ് ഈക്വൽ ടു പേഴ്സൺ എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ പേഴ്സണിനകത്ത് ഫീൽഡായിട്ട് നെയിം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും, വിച്ച് ഈസ് ഓഫ് ടൈപ്പ് സ്ട്രിങ്. അഡ്രസ് ഉണ്ടാവും, അതും സ്ട്രിങ് ആണ്. ഏജ് എന്നൊരു പ്രോപ്പർട്ടി എഴുതുകയാണ് ഞാൻ, അത് നമ്പറാണ്. ഇതൊരു റിയൽ ലൈഫ് എൻറ്റിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇത് ക്ലാസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണ് അവർ അൺഎക്സ്പെക്റ്റഡ് കീവേഡ് ക്ലാസ് സ്മോൾ ലെറ്റർ ആണ്. സ്മോൾ ലെറ്റർ ക്ലാസ് നെയിം ഇവിടെ എന്താണ്, ഇതിനകത്ത് ഇറ്റ് ഡസൻ ഹാവ് ആൻ ഇനിഷ്യലൈസർ എന്ന് പറഞ്ഞ സ്ട്രിക്റ്റ് പ്രോപ്പർട്ടി ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു സംഭവമുണ്ട്. അത് നമ്മൾ ഇനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതുപോലെ തന്നെ നെയിം നമ്മൾ ഈ ഒരു എറർ ഉണ്ടാവും. അപ്പോൾ അത് മാറ്റണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ കൺസ്ട്രക്ടറിനകത്ത് ഇത് ഇനിഷ്യലൈസ് ചെയ്ത് വിടുക, അതല്ലെങ്കിൽ അത് ഇനിഷ്യലൈസ് ചെയ്യപ്പെടും എന്ന് നമ്മൾ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റിനോട് ഒരു എക്സ്പ്ലനേഷൻ സിമ്പിൾ ഇട്ട് പറഞ്ഞു കൊടുക്കുക. Address is പബ്ലിക് ഇട്ടിട്ട് ഇവിടെ പബ്ലിക് എന്താണ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, പ്രൈവറ്റ് എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ വരുന്നുണ്ട്. ഇട്ട് നമ്മൾ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ സ്ട്രിങ്ങിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. നമ്പറിനിട്ട് കൊടുക്കുക. ഇത്രയാണ് ക്ലാസ്സിനകത്ത് വരിക. അപ്പോൾ ക്ലാസ്സിനകത്ത് റൺ ഓട്ടോമാറ്റിക്കലി വെൻ ദ ക്ലാസ്. ഇപ്പം നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഞാനിവിടെ അതായത് പേഴ്സൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പി ഈക്വൽ ടു ന്യൂ പേഴ്സൺ ഓഫ് നെയിം ടെസ്റ്റ്, അഡ്രസ് ഞാൻ ഇട്ട് കൊടുത്തു, ഏജ് 30. ന്യൂ പേഴ്സൺ ഓഫ് എടുത്തിട്ട് കൺസോൾ ഡോട്ട് ലോഗ് പി ഡോട്ട് നെയിം പി ഡോട്ട് ഏജ്. ഇവിടെ കുറച്ച് ഈ ടെസ്റ്റും 30 വന്നു. ഇതൊരു സിമ്പിൾ ക്ലാസ്സിൻ്റെ എക്സാമ്പിളാണ്. ഈ ക്ലാസ്സിനകത്ത് ഈ നെയിം, അഡ്രസ്സ്, പേജ് എന്ന് പറയുന്ന അതിൻ്റെ ഫീൽഡ്സ് എന്ന് പറയും. നമ്മൾ ന്യൂ ഈക്വൽ ടു പേഴ്സൺ എന്ന് പറയുന്ന ആ ക്ലാസ്സിനെ അതിനെ ഇൻസ്റ്റാൻറ്റിയേറ്റ് ചെയ്യാന്ന് പറയും, അതായത് അതിനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയും. ഇനി രണ്ടാമത് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം വിളിക്കുന്ന അതിൻ്റെ കൺസ്ട്രക്ടറാണ്. ഇത്രയും മനസ്സിലായല്ലോ. ഇനിയുള്ളതെന്ന് പറയുന്നത് റീഡ് ഒൺലി പ്രോപ്പർട്ടിയുടെ. ഞാനിവിടെ ഒരു പബ്ലിക് read only id equal to math dot random എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട്
ഞാൻ പി ഡോട്ട് ഐ ഡി ഈക്വൽ ടു 67 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു എറർ വരും. കാരണം അത് റീഡ് ഓൺലി ആയതുകൊണ്ട് ഈ പ്രോപ്പർട്ടി അറ്റ് എ ടൈം ഒരു തവണ മാത്രമേ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ അടുത്തതെന്ന് പറയുന്നത് ഗെറ്റേഴ്സ് ആൻഡ് സെറ്റേഴ്സ് എന്ന് പറയും. ഈ എക്സാമ്പിൾ കളയുവാണ്. ഇനി അടുത്ത വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ക്ലാസ് സി എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് അണ്ടർസ്കോർ ലെങ്ത് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഗെറ്റ് ലെങ്ത് എന്ന് പറയുന്നതിനെ ഗെറ്റ് ആക്സസർ എന്ന് പറയും. അത് ഈ പ്രോപ്പർട്ടി ഇത് റിട്ടേൺ ചെയ്യും. console.log get called return this dot underscore length. Set length value of number type. ഞാൻ പിന്നെ ഇവിടെ ക്ലാസ്സിൽ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കും. അതാണ് പ്രശ്നമായത്. This dot underscore length equals to value എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇതിൻ്റെ ഗെറ്ററും ഇതിൻ്റെ സെറ്ററുമാണ്. സെറ്ററിനകത്ത് ഞാനൊരു console.log വിളിക്കാം. സെറ്റ് കോൾഡ് ഇനിയും അതിനുശേഷം സി ലെറ്റ് ന്യൂ സി ഈക്വൽസ് ടു ന്യൂ സ്പേസ് സി അതിൻ്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്തു. സി ഡോട്ട് ലെങ്ത് ഈക്വൽസ് ടു 20. അണ്ടർസ്കോർ ലെങ്ത് വരത്തില്ല. സോറി, ന്യൂ സി ഡോട്ട് ലെങ്ത് ഈക്വൽ ടു 30. Let me run this one. Setter called. ഇനി console.log of new c dot length. ഒരു സെറ്ററിനെ കോൾ ചെയ്തു, ഒരു ഗെറ്ററും കോൾ ചെയ്തു. കൺസോൾ ലോഗിൽ 30 വന്നു. ഈ ഡോട്ട് ലെങ്ത് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പ്രോപ്പർട്ടീനെ നമ്മൾ ശരിക്കും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെയാണ്, പുറത്ത് ആക്സസിബിൾ അല്ല. അതിൻ്റെ ന്യൂ സി ആൻഡ് ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കാര്യം നോക്കാം. പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ
ഹാഷ് ഇട്ട് കൊടുത്താലാണ് പ്രൈവറ്റ് ആവുന്നത്. ഡോട്ട് ലെങ്ത് എന്നുള്ളത് നമ്മൾ കൊടുക്കുക, നമ്മൾ അത് ഫോളോ ചെയ്യുന്ന റൂളാണ്. ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. മോസ്റ്റ് പ്രോബബ്ലി ഈ സാധനത്തെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. ഒന്ന് റൺ ചെയ്ത് നോക്കാം, ഒരു മാറ്റവും ഇല്ല, സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ലെങ്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും പിന്നെ അതിനെ വിളിക്കും എൻ്റെ ഗെറ്റും എൻ്റെ ഗെറ്റ് ലെങ്തും ഗെറ്റ് ലെങ്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഗെറ്റും സെറ്ററും ലെങ്ത് എന്ന് പറഞ്ഞ് വിളിക്കും. അണ്ടർസ്കോർ ഇല്ലാതെ ആയിരിക്കും വിളിക്കുക. അതാണ് ഇപ്പം ഞാനൊക്കെ നിങ്ങളിലേക്ക് അണ്ടർസ്കോർ ഇട്ടാൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അണ്ടർസ്കോർ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന്. അണ്ടർസ്കോർ ഇട്ട് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ഐഡന്റിഫയർ എന്ന് പറയും. അണ്ടർസ്കോർ കെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. കണ്ടോ, തൽക്കാലം അങ്ങനെ കിടക്കട്ടെ. ഇതാണ് ആക്സസബിൾ. ഇനി വേറൊരു കാര്യം ചെയ്യാം. ഈ സെറ്റർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഞാൻ എടുത്ത് കളയാണ് ഇവിടെ. ഇവിടെ ഒരു എറർ വന്നു. കനോട്ട് അസൈൻ ടു ലെങ്ത് ബിക്കോസ് റീഡ് ഒൺലി. കാരണം സെറ്റർ ഇല്ലാതെ ഗെറ്റർ മാത്രം നമ്മൾ ഒരിടത്ത് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ പ്രോപ്പർട്ടി എന്തായിരിക്കും, അത് റീഡ് ഒൺലി ആയിരിക്കും. ടൈപ്പ് ഓഫ് ദ ഗെറ്റർ ഇസ് നോട്ട് സ്പെസിഫൈഡ്. ഇപ്പം ഈ ലെങ്ത് ഞാൻ ഇതിനകത്ത് ഇതിന്റെ വോയിഡിന്റെ ടൈപ്പ് എന്ന് പറയുന്ന നമ്പർ എന്നൊന്നും സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷെ ടൈപ്പ് സ്ക്രിപ്റ്റിന് അറിയാം അത് നമ്പർ ആണെന്നുള്ളത്. കാരണം ടൈപ്പ് സ്ക്രിപ്റ്റ് അത് ഈ അണ്ടർസ്കോർ ലെങ്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടിന്ന് എടുത്തോളൂ. ഇത് രണ്ടുമാണ് റൂൾസ്. അതായത് if get x is without no set, the property is automatically read only. If the type of the getter is not specified, it is inferred from the return type of the getter. Okay, ഇത് ഇത്രയാണ് എടുക്കുന്നത്. ഇനി രണ്ടാമത് വരുന്നതെന്ന് പറയുന്നത് നമുക്ക് we don't know the names of the type property ahead of time. Ahead of time a type property യുടെ തൽക്കാലം ഇത്രയും ഒരു ഒറ്റ ഇതായിട്ട് നമുക്ക് വരയ്ക്കാം. അടുത്ത വീഡിയോയ്ക്കകത്ത് അടുത്ത